പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണല്ലേ. പുതിയൊരു മാസം തുടങ്ങുമ്പോഴും പുതിയൊരു ആഴ്ച തുടങ്ങുമ്പോഴും എല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഈ വർഷം നേടണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്തണം, കുറേയും കൂടി ബെറ്റർ പേഴ്സൺ ആവണം, ഇങ്ങനെയെല്ലാം നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ഈ ഒരു വർഷം എല്ലാവരും പോലെ തന്നെ ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്നെ പ്രഷർ ചെയ്യാതെ കുറേയും കൂടി ഹാപ്പിയർ ആയിട്ടിരിക്കാനും ഹെൽത്ത് വൈസ് കുറച്ച് ബെറ്റർ ആവാനും അതുപോലെ കുറച്ച് നല്ല ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ലൈഫ് കുറേയും കൂടി ബെറ്ററാക്കി മാറ്റണം എന്നുള്ള കുറേ ആഗ്രഹങ്ങളാണ് എനിക്കുള്ളത്. അപ്പം അതെല്ലാം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിൽ നിങ്ങളുടെയും ഗോൾസും ഡ്രീംസും എല്ലാം അച്ചീവ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടോടു കൂടി നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ ഇതൊരു ഹോളിഡേ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോളിഡേയ്സ് ആകുമ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിടേണ്ട കാര്യമുള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ നോക്കും. ഇതൊരു 30 മിനിറ്റ്സ് വർക്കൗട്ടാണ് ഞാനിപ്പോൾ ഡെയിലി ചെയ്യാൻ ട്രൈ ചെയ്യാറുള്ളത്. ജോലി സ്റ്റാർട്ട് ചെയ്തേ പിന്നെ നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറയുമല്ലോ. നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ഇരിക്കുന്നത് കൊണ്ട് അത് എൻ്റെ വെയ്റ്റ് ഗെയിൻ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയും കുറച്ച് സ്ട്രെസ് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു 4 kg ഞാൻ ഗെയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു വർഷം നല്ല പോലെ എഫേർട്ട് എടുക്കണം. പിന്നെ നമ്മുടെ ഏജ് കൂടും തോറും നമ്മുടെ മെറ്റബോളിസം ഡൗൺ ആവും. അപ്പം എന്തായാലും ഞാൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടണം. ഹെൽത്ത് എക്സസൈസ് വൈസ് ആണെങ്കിലും അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും ഞാൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് 30 മിനിറ്റ്സ് എക്സസൈസ്, അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുക. ഷുഗർ കൺട്രോൾ ചെയ്യണതിൽ ഇപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ചായ കുടിക്കുമ്പോൾ സാധാരണ നമ്മളെല്ലാവർക്കും ഇടുന്ന ചായയിൽ ഷുഗർ ഇട്ടിട്ട് അതങ്ങ് കുടിക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എനിക്കുള്ള ചായ മാറ്റിയിട്ട് വളരെ കുറച്ച് ഷുഗർ ഇടുക, ജസ്റ്റ് ഒരു കുറച്ച് ഷുഗർ ഇടുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള മധുരം കുറഞ്ഞ ചായയാണ് ഇപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ രാവിലെയും വൈകിട്ടും ചായ കുടിക്കുമ്പം അതിലെ ഷുഗർ ഡെയിലി ബേസിസിൽ കുറയും. ഇത്രയും ചേഞ്ചസാണ്. പിന്നെ ബാക്കിയും ഇനിയും ചേഞ്ചസൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് ഇതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഹെൽത്തിയർ ആവാൻ വേണ്ടി നോക്കുമ്പോൾ എക്സസൈസും അതുപോലെ ഡയറ്റ് കൺട്രോൾ രണ്ടും നമ്മുടെ റുട്ടീനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. പിന്നെ ഞാൻ രാവിലെ തന്നെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി തലയിൽ ഓയിലൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നോമീസ് ധ്രുവി എന്ന് പറയുന്ന ഹെയർ ഓയിൽ, ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഓയിലാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ചെറിയ ചൂടോടുകൂടി തലയിൽ തേക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ ആസ് യൂഷ്വൽ ഒരു ലോഡ് ലോണ്ട്രി ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുക കേട്ടോ, ഒരു ദിവസത്തെ ലോണ്ട്രി. പിന്നെ ഞാൻ കംഫർട്ടും ഇതിൽ തന്നെ ആഡ് ചെയ്യുകയാണ്. അപ്പം നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ. അപ്പോൾ
അത് ലാസ്റ്റ് സൈക്കിളിനൊന്നും ചിലപ്പോൾ നിൽക്കത്തില്ല, ആദ്യമേ തന്നെ ഞാൻ ആഡ് ചെയ്തിടും, സോ ദാറ്റ് എന്നാലും നല്ല സ്മെൽ. പിന്നെ ഇന്ന് ലഞ്ചിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലഞ്ചൊന്ന് ഓർഡർ ചെയ്യാണ്. അപ്പോൾ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. 2 ബിരിയാണി ഓർഡർ ചെയ്താൽ നമുക്ക് ലാവിഷായിട്ട് കഴിക്കാനുണ്ടാവും. ഷെയർ ചെയ്തൊക്കെ എടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറേശ്ശെയൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ലാവിഷായിട്ട് ഈ ഒരു ബിരിയാണി കഴിക്കാം. അപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചൺ ഒന്ന് മോപ്പ് ചെയ്തിടുകയാണ്. ഞാൻ കൂടെ ചെയ്യുന്നൊരു കാര്യമാണ്, മാക്സിമം നമ്മൾ വീട് കൂടെ അടിച്ചിടാനും അതുപോലെ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ മോപ്പ് ചെയ്ത് പോകാനും നോക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ഹെയർ ഫോൾ അധികമുണ്ട്, അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എത്ര അടിച്ച് പോന്നാലും മുടി എടുക്കുന്നത് കാണാം. അപ്പം കുറച്ചുകൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതാണല്ലോ. പിന്നെ ഇതാ വൈകുന്നേരത്തെ ചായയുടെ ടൈമായി. അപ്പോൾ ചായക്ക് നമ്മൾ പൊതുവേ സ്നാക്സ് സമയമുണ്ടെങ്കിൽ ഉണ്ടാക്കാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുക്കുക. ഒരു 2 ബിസ്ക്കറ്റ് കഴിക്കും. ചിലപ്പം ഞാൻ കഴിക്കും അല്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെ കുട്ടികൾക്ക് വിശക്കുണ്ടെങ്കിൽ പാൽ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം വേണ്ടി വരില്ല. അതിനുശേഷം നമ്മുടെ ചെടികളുടെ അടുത്തൊന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ചെടികൾക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് വീണ്ടും എനിക്ക് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും വീണ്ടും അത് ഈവനിങ്സിൽ അത് ചെയ്യണം തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ദിവസം ഞാൻ കുറച്ച് ചെടികളുടെ ഒപ്പമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെയ്തു പോകണം തന്നെ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ എൻ്റെ ഒരു ഡിന്നർ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാനൊരു സ്മൂതി ഉണ്ടാക്കി കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് മുന്നേ ഞാൻ പണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്തിരുന്നു. അതായത് പൈനാപ്പിൾ കുക്കുംബർ സ്മൂതി. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പൈനാപ്പിൾ വേണം, പിന്നെ അതുപോലെ കുക്കുംബറും വേണം, പിന്നെ നമുക്ക് ഇഞ്ചിയോ പിന്നെ പുതിനയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സ്മൂതി ഉണ്ടാക്കി കുടിക്കുക. പിന്നെ ഞാൻ എഗ് വൈറ്റും കൂടി കഴിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ. എനിക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തിരക്ക് നമുക്ക് കുറച്ച് എളുപ്പമാക്കാൻ അങ്ങനെ കാര്യങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇടിയപ്പം ആക്കി വെക്കുകയാണ്. അതുപോലെ ഞാൻ മോരുകറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുമ്പളങ്ങ വേവിച്ചിടുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ കുറച്ച് എളുപ്പമാവുമല്ലോ. അപ്പം ഇങ്ങനെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എക്സസൈസിനും എല്ലാം സമയം കണ്ടെത്താം. അപ്പോൾ മാക്സിമം ഞാനത് നോക്കാറുണ്ട്. ചില സമയത്ത് നമുക്ക് വൈകുന്നേരം ടയേർഡ് ആവുകയാണെങ്കിൽ പലപ്പോഴും അത് പറ്റാറില്ല. അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് അത് ചെയ്യാൻ പറ്റി. പിന്നെ ഇടിയപ്പം കുറേ നാളായി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ട്, മിക്കവാറും പുട്ട് തന്നെയാണ്. പുട്ടിൽ നിന്നൊരു മോചനം ഇല്ല എന്ന് പറയും. അപ്പം ഇന്നെന്തായാലും ഞാനത് ഇടയ്ക്ക് ഇപ്പോൾ ശ്രമിക്കാറുണ്ട് പുട്ട് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പുട്ടൊരു ലൈഫ് സേവറാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം കഴിയുമല്ലോ. പെട്ടെന്ന് ഈ അജ്മിയുടെ പുട്ടുപൊടി നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്രങ്ങളും എല്ലാം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഇടിയപ്പത്തിൻ്റെയൊക്കെ പാത്രങ്ങളുടെ പരിപാടി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് റിലാക്സ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ആവാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നമ്മളുടെ ഹെൽത്തും സ്ട്രെസ്സും അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ഇനി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഓരോരോ ഇനി വരുന്ന വ്ളോഗ്സിലൊക്കെ ആയിട്ട് ഓരോരോ പുതിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോലെ കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലിയോ ഹാർട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.